സി റോയിക്ക പൗലോസ് 9 മിനിറ്റ്. സർ, അഴിമതിയും അഹങ്കാരവും ധിക്കാരവും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയിരുന്ന ഇടതു സർക്കാരിനെതിരെ അതിശക്തമായ ജനവിധി നൽകിയ കേരള ജനതയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തെ അതിന് ഉപക്ഷേപം ഇവിടെ അവതരിപ്പിച്ച ശ്രീ എം വിൻസെൻറ്റിൻ്റെ ഉപക്ഷേപത്തെ ഞാൻ പിന്താങ്ങുകയും ചെയ്യുന്നു. UDF സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. നമ്മുടെ ഈ നയപ്രഖ്യാപനത്തിൽ വലിയ പരിഗണനയാണ് സർ കർഷകർക്ക് നൽകിയിട്ടുള്ളത്. കർഷകർ ഈ നാടിൻ്റെ കേരളത്തിൻ്റെ നട്ടെല്ലാണ് സാർ. കൃഷിക്ക് വലിയ പരിഗണന നൽകേണ്ടതുണ്ട് സാർ. പക്ഷേ നമ്മുടെ കേരളത്തിലെ കർഷകർ വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ് സാർ. കാർഷിക വിളകൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള വില ലഭിക്കുന്നില്ല സാർ. കർഷകരുടെ വിളകൾ കുരങ്ങ് മുതൽ ആനകൾ വരെ ഇന്ന് നശിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു സാർ. അതുപോലെ തന്നെ മതിയായ താങ്ങുവില ഈ കാർഷിക വിളകൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. നമ്മുടെ വന്യജീവി സംഘർഷങ്ങൾ വനവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്ന കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് സാർ. അതിന് പരിഹാരമുണ്ടാകണം സാർ. കർഷകരെ അതുപോലെ തന്നെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുന്നതിനുള്ള വലിയ സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സാർ. ആ വിശ്വാസ്യത തിരിച്ചെടുക്കാൻ ആവശ്യമായ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. അതോടൊപ്പം തന്നെ മയക്കുമരുന്നിനെതിരായ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് വിതരണ ശൃംഖലകളെ തകർക്കുന്ന രീതിയിലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. കുറ്റവാളികൾക്കെതിരെ കൂടുതൽ കടുത്ത ശിക്ഷ നൽകാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. വനം സംരക്ഷിക്കണം സാർ. പക്ഷേ വനത്തിന് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല സാർ. കഴിഞ്ഞ 10 വർഷക്കാലമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അതിക്രൂരമായ നടപടികളാണ് സാർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിന് പരിഹാരമുണ്ടാക്കണം സാർ. നമ്മുടെ വനവുമായി ബന്ധപ്പെട്ട പട്ടയം കിട്ടിയിട്ടുള്ള ഭൂമികളിൽ പോലും പലയിടത്തും റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസാണ് എന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ. അത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും വളരെ നിസ്സാരമായ തുക മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള തുക പോലും നൽകാത്ത ആ നടപടി പുനഃപരിശോധിക്കണം സാർ. ഞങ്ങളുടെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജിൽ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് രോഗികൾക്ക് ആവശ്യമായ ഒരു സൗകര്യങ്ങളും ലഭ്യമാകുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം ആ ആശുപത്രിയിൽ പോയ ഒരു രോഗിയെ എനിക്ക് കാണേണ്ടി വന്നു. ഒരു വീഴ്ചയിൽ തലയ്ക്ക് മുറിവ് പറ്റി അവിടെ സ്റ്റിച്ചിടാൻ ചെന്നു. സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ തുന്നിക്കെട്ടുകയല്ല, സ്റ്റാപ്പിൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റാപ്പിൾ അടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആ സ്റ്റാപ്പിളർ തീർന്നുപോയി, ഇടയ്ക്ക് വെച്ച് തീർന്നുപോയി. പിന്നീട് ബാക്കി ഭാഗം തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നു. ആ രോഗി ഞാൻ കണ്ടപ്പോൾ എന്നെ കാണിച്ചു തന്നു സാർ. കുറേ ഭാഗം സ്റ്റാപ്പിൾ അടിച്ചിരിക്കുന്നു, ബാക്കി ഭാഗം തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം ദയനീയമായ ഒരവസ്ഥയാണ് സാർ മെഡിക്കൽ കോളേജുകളിലുള്ളത്. അടിയന്തര പരിഹാരം അതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ കർക്കശമായ നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 3ാമത്തെ ഗഡു കൊടുത്തിട്ടില്ല സാർ. നാട്ടിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അതുമൂലം ഉണ്ടായിട്ടുള്ളത്. ആ 3ാം ഗഡു കൊടുക്കാത്ത മുൻ ഗവൺമെൻറ്റിൻ്റെ നടപടി വളരെ തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏത് രീതിയിലാണ് സഹായിക്കാൻ കഴിയുക എന്ന് പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. അതുപോലെ നമ്മുടെ ഈ നയപ്രഖ്യാപനത്തിൽ ഭൂനിയമങ്ങൾ കാലഹരണപ്പെട്ട ഭൂനിയമങ്ങളാണ്. 64-ലും 94-ലും ഒക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണ്.
ചട്ടങ്ങളാണ്. ആ കാലഹരണപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. അതിനെ എത്രയും വേഗം നടപ്പിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ജില്ലയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാർ. ജില്ലയിൽ ഇന്ന് പട്ടയങ്ങളൊന്നും നൽകുന്നില്ല, ഒരു പട്ടയങ്ങളും നൽകുന്നില്ല. 64 റൂൾ അനുസരിച്ചുള്ള പട്ടയം നൽകുന്നില്ല, 93 റൂൾ അനുസരിച്ചുള്ള പട്ടയം നൽകുന്നില്ല, CHR മേഖലയിലെ പട്ടയം നൽകുന്നില്ല. അങ്ങനെ ഒരു നിയമം അനുസരിച്ച് ഒരു ചട്ടവും അനുസരിച്ചുള്ള പട്ടയങ്ങൾ ഇന്ന് ജില്ലയിൽ നൽകുന്നില്ല. CHR മേഖലയിലെ പട്ടയ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ട് സാർ 2024 ഒക്ടോബർ മാസം 24-ാം തീയതി സ്റ്റേ ചെയ്തതാണ്. 2 വർഷത്തോളമായിട്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ സുപ്രീം കോടതി സ്റ്റേ നീക്കം ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സാർ. അടിയന്തരമായി നടപടി സ്വീകരിക്കണം എന്നീ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുത്തകപ്പാട്ടം പുതുക്കി നൽകുന്നില്ല സാർ, നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ CHR മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചിരിക്കുന്നു സാർ, നടപടികളുണ്ടാകണം. പട്ടയഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല സാർ, അതിന് തീരുമാനമുണ്ടാകണം. 2019 നിർമ്മാണ നിരോധന ഉത്തരവ് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്തുണ്ടായതാണ്. ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഉത്തരവ് പിൻവലിക്കാനും അതോടൊപ്പം തന്നെ പട്ടയഭൂമിയിൽ ഏതു തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താനുമുള്ള അനുമതി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകണം സാർ. പത്തുജൈൻ മേഖലയിൽ പട്ടയം നൽകുന്നില്ല സാർ, തടസ്സങ്ങൾ മാറ്റണം സാർ. അതുപോലെ തന്നെ BTR ബേസിക് ടാക്സ് രജിസ്റ്ററിൽ ഏലം എന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇടുക്കി ജില്ലയിലെ നിരവധിയായിട്ടുള്ള പഞ്ചായത്തുകളിൽ വില്ലേജുകളിൽ പട്ടയം നൽകുന്നില്ല. ആ BTR എന്ന് പറയുന്നത് 900 വർഷങ്ങൾക്ക് മുമ്പ്, 50, 60, 70 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടയം കൊടുക്കാത്ത നടപടികൾ തെറ്റാണ്. ആ തീരുമാനം പുനഃപരിശോധിക്കണം സാർ, അവിടെ മാറ്റം ഉണ്ടാകണം സാർ. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കഞ്ഞിക്കുഴി പോലുള്ള പഞ്ചായത്തുകളിൽ പട്ടയം നൽകുന്നില്ല സാർ. ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താത്തത് പാവപ്പെട്ട കർഷകൻ്റെ കുഴപ്പമല്ല സാർ, വെരിഫിക്കേഷൻ നടത്തിയതാണ്. രേഖ ഇവരുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. രേഖ കയ്യിലില്ലാത്തത് വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും അവരുടെ കുഴപ്പമാണ്, ജനങ്ങളുടെ കുഴപ്പമല്ല. അതുകൊണ്ട് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താത്ത സ്ഥലങ്ങളിൽ അവിടെ വനം വകുപ്പിട്ടിട്ടുള്ള ജെണ്ടയുണ്ട്. ആ ജെണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം കർഷകൻ്റെയാണ്. ആ കർഷകൻ്റെ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള നടപടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. അതുപോലെ നമ്മുടെ ചില പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്നവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാർ. ഇപ്പോൾ നേര്യമംഗലം മുതൽ ഇവിടെ വാളറ വരെ 14 കിലോമീറ്റർ ദൂരം NHൻ്റെ പണികൾ തടസ്സപ്പെട്ടിട്ട് 1 വർഷത്തിലേറെയായി സാർ. ആ NHൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിൻ്റെ കാരണം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ്. ആ പരിസ്ഥിതി പ്രവർത്തകനെക്കുറിച്ച് കൂടി ഒരു കാര്യം അറിയേണ്ടതുണ്ട്. അദ്ദേഹം BJPയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന പരിസ്ഥിതി പരിപാടികളുടെ ഉദ്ഘാടകനായിട്ട് പോലും ഈ BJPയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ കൺവീനറെ അവിടെ കണ്ടിട്ടുണ്ട്, ആ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ആള് വനം വകുപ്പിൻ്റെ ബിനാമിയായി നിന്നുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരായ പരാതികളെല്ലാം നൽകുന്നതിന് വനം വകുപ്പുമായി ഒത്തുചേർന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കോടതി ഇടപെടലുണ്ടായിട്ടുള്ളത്. ആ കോടതി ഇടപെടൽ പരിഹരിക്കാൻ ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായ നിലപാടുണ്ടായിട്ടുണ്ട്. സർക്കാരിന് വേണ്ടി ഫോറസ്റ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം ഫയൽ ചെയ്തത് തെറ്റായ സത്യവാങ്മൂലമാണ്. അവിടെ ഫോറസ്റ്റാണ് എന്നുള്ള പരാതിക്കാരൻ്റെ പരിസ്ഥിതിക്കാരൻ്റെ വാദത്തിന് അനുകൂലമായി കള്ളത്തരമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്ന് അഫിഡവിറ്റ് കൊടുത്തത്. അതുകൊണ്ട് തെറ്റായ അഫിഡവിറ്റ് നൽകിയ ആ അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് സത്യസന്ധമായ അഫിഡവിറ്റ് അടിയന്തരമായി ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഉടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി ഉണ്ടാകണം എന്ന് സർ ഇവിടെ ആവശ്യപ്പെടുകയാണ്. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജില്ല പാവപ്പെട്ട ആളുകളുടെ ജില്ലയാണ്, സാധുക്കളാണ്, കർഷകരാണ്. അവർക്കെതിരായി 13 ജില്ലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും ഉള്ള അവകാശം നിഷേധിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്. ഇന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പട്ടയം കിട്ടുന്നവർക്ക് കേരളത്തെ മറ്റ് 13 ജില്ലകളിലും ആ നിയമം അനുസരിച്ച് പട്ടയം കിട്ടുമ്പോൾ
അവർക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താം, ഇടുക്കിയിൽ മാത്രം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ ആ നിലപാട് തെറ്റായിരുന്നു. ഇനി ഒരിക്കൽ പോലും അത്തരമൊരു തെറ്റ് ഉണ്ടാകാതിരിക്കണം എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപക്ഷേപത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.